എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ത്വാഹ ഇരാറ്റുപേട്ട. ഞാൻ സത്താർ ഇരാറ്റുപേട്ട. വിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 21 മുതൽ 32 വരെയുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ ഞങ്ങൾ പാരായണം ചെയ്യുന്നത്. പേജ് നമ്പർ 362. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال الذين لا يرجون لقاءنا لولا أنزل علينا الملائكة أو نرى ربنا لقد استكبروا في أنفسهم وأتوا عتوا كبيرا. നാമുമായി കണ്ടുമുട്ടുന്നതിനെ പ്രതീക്ഷിക്കാത്തവർ പറയുന്നു, നമ്മുടെ മേൽ മലക്കുകൾ ഇറക്കപ്പെടുകയോ അല്ലെങ്കിൽ നമ്മുടെ റബ്ബിനെ നാം നേരിൽ കാണുകയോ ചെയ്തുകൂടെ എന്ന്. തീർച്ചയായും അവർ തങ്ങളുടെ മനസ്സിൽ സ്വയം ഗർവ് നടിക്കുകയും വലിയ ധിക്കരിക്കുകയും ചെയ്തിരിക്കുകയാണ്. يوم يرون الملائكة لا بشرى يومئذ للمجرمين ويقولون حجرا محجورا. മലക്കുകളെ അവർ കാണുന്ന ദിവസം ആ കുറ്റവാളികൾക്ക് അന്ന് സന്തോഷവാർത്തയേ ഇല്ല. അവർ പറയുകയും ചെയ്യും, ഭദ്രമായ തടസ്സം എന്ന്. وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا. അവർ അവിശ്വാസികൾ കർമ്മമായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുള്ളതിന്റെ നേരെ ചെന്ന് അതിനെ നാം ചിതറിയ ധൂളി പോലെയാക്കി തീർക്കുകയും ചെയ്യുന്നതാണ്. أصحاب الجنة يومئذ خير مستقرا وأحسن مقيلا. സ്വർഗവാസികൾ അന്നേ ദിവസം ഭവനം നല്ലവരും വിശ്രമസ്ഥലം കൂടുതൽ മെച്ചപ്പെട്ടവരുമായിരിക്കും. ويوم تشقق السماء بالغمام ونزل الملائكة تنزيلا. മേഘപടലവും കൊണ്ട് ആകാശം പൊട്ടിപ്പിളരുകയും മലക്കുകൾ ഒരു ശക്തിമത്തായി ഇറക്കപ്പെടുകയും ചെയ്യുന്ന ദിവസം. الملك يومئذ الحق للرحمن وكان يوما على الكافرين عسيرا. അന്ന് യഥാർത്ഥമായ രാജാധിപത്യം പരമകാരുണികനത്രേ. അത് അവിശ്വാസികൾക്ക് പ്രയാസമേറിയ ഒരു ദിവസമായിരിക്കുന്നതുമാണ്. ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا. അക്രമീകാരിയായുള്ളവർ വ്യസനഭാരത്താൽ തന്റെ കൈകൾ കടിക്കുന്ന ദിവസം അവൻ പറയും, അഹോ, ഞാൻ റസൂലിന്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. يا ويلتى ليتني لم أتخذ فلانا خليلا. എന്റെ കഷ്ടമേ, ഇന്നവനെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നന്നായേനെ. لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. എനിക്ക് ബോധനം വന്നെത്തിയതിനു ശേഷം അവൻ എന്നെ അതിൽ നിന്ന് വഴിപിഴപ്പിച്ചു കളഞ്ഞുവല്ലോ. പിശാച് മനുഷ്യനെ കൈവെടിയുന്നവനാകുന്നു. وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. റസൂൽ പറയുന്നു, എന്റെ രക്ഷിതാവേ, എന്റെ ജനങ്ങൾ ഈ ഖുർആനെ വർജിക്കപ്പെട്ടതാക്കി കളഞ്ഞു. وكذلك جعلنا لكل نبي عدوا من المجرمين وكفى بربك هاديا ونصيرا. അപ്രകാരം തന്നെ ഓരോ പ്രവാചകനും കുറ്റവാളികളിൽപ്പെട്ട ഓരോ തരം ശത്രുവെ നാം ഏർപ്പെടുത്തിയിരിക്കുന്നു. മാർഗദർശകനായും സഹായകനായും നിന്റെ രക്ഷിതാവ് തന്നെ മതി.
وقال الذين كفروا لولا نزل عليه القرآن جملة واحدة كذلك لنثبت به فؤادك ورتلناه ترتيلا. അവിശ്വസിച്ചവർ പറയുന്നു, അദ്ദേഹത്തിന് നബിക്ക് ഖുർആൻ ഒട്ടാകെ ഒന്നായി ഇറക്കപ്പെടാത്തത് എന്താണ് എന്ന്. അപ്രകാരം പല പ്രാവശ്യമായി അവതരിപ്പിച്ചത് തന്നെയാണ് നബിയെ നിന്റെ ഹൃദയത്തെ അതുകൊണ്ട് നാം സ്ഥിരപ്പെടുത്തേണ്ടതിന് വേണ്ടിയാകുന്നു. നാം അത് ശരിക്ക് സാവകാശക്രമം ഓതിത്തരികയും ചെയ്തിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.